ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പവറുള്ള ഒരു ദിക്റാണ് ലാ ഹൗല. സുബ്ഹാനല്ലാഹ്. ഈ ലാ ഹൗല എന്ന ദിക്ർ കൊണ്ട് ദാരിദ്ര്യം നീങ്ങിക്കിട്ടുമെന്നും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ ഖൈർ ലഭിക്കുമെന്നും ഷിഫാ ലഭിക്കുമെന്നും തുടങ്ങിയിട്ട് ഒട്ടനവധി നേട്ടങ്ങൾ എണ്ണി മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങളും സുബ്ഹാനല്ലാഹ് കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്? പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളില്ലേ, ബുദ്ധിമുട്ടുകൾ പറഞ്ഞവരില്ലേ, രോഗങ്ങൾ പറഞ്ഞവരില്ലേ, കടം പറഞ്ഞവരില്ലേ, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് പറയും, ഉസ്താദേ കൊടും ദാരിദ്ര്യത്തിലാണ് എന്ന്, ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത അവസ്ഥയിലാണ്, നിങ്ങൾ ദുആ ഇറക്കണേ എന്ന്. ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവരില്ലേ, ഇൻഷാ അല്ലാഹ് ലാ ഹൗല മുറുകെ പിടിച്ചോളി. എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, ചൊല്ലിയാൽ കിട്ടുന്ന ഫള് മഹത്വം എന്താണ് എന്നും ചുരുങ്ങിയ രൂപത്തിൽ നമ്മുടെ വീഡിയോയിൽ കേൾക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകൾ അല്ലാഹു മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ പരിശുദ്ധമായ ജന്നാത്തിൽ നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്. ഉപ്പമാർ പല ആളുകളും സഹോദരങ്ങളൊക്കെ വിളിച്ചിട്ട്, ഉസ്താദേ സ്ഥിരമായി നിങ്ങളുടെ ക്ലാസ് കേൾക്കുന്നവരാണ്, ഓരോ പറയുന്നതൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പലരും പല പ്രശ്ന പരിഹാരങ്ങളും ചോദിച്ച് വിളിക്കാറുണ്ട്. ഇങ്ങനൊരു വിഷമമുണ്ട്, എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ച് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട്, പേഴ്സണലായിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്. പല പരിഹാരങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും അതിൻ്റെ ഫലം കിട്ടിയത് വിളിച്ച് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വലിയ റാഹത്താണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ചെയ്തു കൊടുത്തതിനൊക്കെ, നമ്മൾ പല ആളുകൾക്കും പല പ്രശ്ന പരിഹാരങ്ങളും ചെയ്തു കൊടുത്തതുണ്ട്. അള്ളാഹു അതിനൊക്കെ എത്രയും പെട്ടെന്ന് ഫലം അവർ ഉദ്ദേശിച്ചതുപോലെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. കോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തിരക്കാണെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാൻ പറയും. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്തായാലും അവർക്ക് മറുപടി നൽകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ അവൻ പൊരുത്തപ്പെടുന്ന ആക്കി തരുമാറായിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പല ആളുകളും വിളിച്ച് സങ്കടം പറയുമ്പോൾ കേൾക്കുന്ന സങ്കടങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം പറയുന്നവർ, കടത്തിൻ്റെ വിഷയം പറയുന്നവർ, അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ എണ്ണി പറഞ്ഞിട്ട് ഉസ്താദേ എങ്ങനെങ്കിലും ഒന്ന് കരകയറാനുള്ള വഴി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റബ്ബേ നീ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാഹ്, വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ചൊല്ലാൻ അറിയോ? അറിയാത്തവർ ആരുണ്ടാകൂല എന്നാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിക്ർ കേൾക്കാത്തവരും അറിയാത്തവരും ചൊല്ലാത്തവരും ആരുണ്ടാകൂല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഇല്ലേ? കാരണം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വല്യുപ്പമാർ, വല്യുമ്മമാർ, നമ്മുടെ ഉമ്മ ഉപ്പമാരൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നിങ്ങനെ പറയുന്നത് കേട്ട് വളർന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയാസം വരുമ്പോഴും നമ്മൾ ആ ദിക്ർ ചൊല്ലാറുണ്ട്. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഈ ദിക്റിന് ചില പ്രത്യേകതകളുണ്ട്. അത് നിസ്സാരപ്പെട്ട ദിക്റല്ല, നിസ്സാരമായി നമ്മൾ കാണേണ്ട ഒരു സാധനമല്ല ലാ ഹൗല. ഹൗഖല ദിക്ർ എന്നുള്ളത് ഏറ്റവും പവറുള്ളൊരു ദിക്റാണ്. ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. വമൻ അലഹ അലൈഹിൽ ഫഖ്റു, ആരെങ്കിലും ഒരാൾ ഫഖറിനെ പേടിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രയാസപ്പെടും, ദാരിദ്ര്യമുണ്ടാകും എന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അലട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ദാരിദ്ര്യം കൊണ്ട് ഇടങ്ങേറാകുന്നുണ്ടെങ്കിൽ ഫൽയക്സുർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അവരെന്ത് ചെയ്തോട്ടെ? അധികരിപ്പിച്ചു കൊള്ളട്ടെ. എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ഇങ്ങനെ ചൊല്ലിക്കൊള്ളട്ടെ എന്ന്. ചൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ല, അതിന് എണ്ണമൊന്നുമില്ല. എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത്, ഇത് ഇരിക്കുമ്പോൾ ചൊല്ലാം, കിടക്കുമ്പോൾ ചൊല്ലാം, നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അടുക്കളപ്പണി ചെയ്യുമ്പോഴും ഒക്കെ ഇത് ചൊല്ലാം. ബാത്റൂമിലോ ഖലായിലോ ഒന്നും അല്ലാത്ത സമയത്തൊഴികെ ബാക്കിയുള്ള എല്ലാ സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മിറ്റമടിക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലിക്കൊണ്ട് നമുക്ക് ചെയ്യാം. പാത്രം കഴിയുമ്പോൾ ചൊല്ലിക്കൊണ്ട് ചെയ്യാം. വീട് വൃത്തിയാക്കുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിൽ പുറത്തു പോകുന്ന ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്യുന്ന സമയത്ത്, ഓഫീസിലിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ചൊല്ലാൻ പറ്റിയൊരു ദിക്റാണ്.
ഓഫീസിലിരുന്ന് കൂലങ്കഷമായി ചിന്തിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ജോലിയുടെ ഇടയിൽ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് ജോലി തെറ്റിപ്പോകും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ആ സമയമല്ലാതെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഉറക്കത്തിൽ ഒച്ചത്തിൽ ചൊല്ലണമെന്നൊന്നുമില്ല, മനസ്സിൽ ചൊല്ലിയാൽ മതി. ആരെങ്കിലും അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യത്തെ എടുത്തു കളയും, അവൻ്റെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം കൊണ്ടുവരും. ഫഇന്നഹു കൻസും മിൻ കുനൂസിൽ ജന്ന, കാരണം ഈ സാധനം സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫീഹി ശിഫാഉൻ മിൻ 72 ദാഅൻ. നോക്ക്, ഈ സാധനം ഷിഫാവും കൂടിയാണ്, രോഗശമനമാണ്. ഏത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് രോഗശമനമാണ്. എന്തിൽ നിന്നുള്ള രോഗശമനം? മിൻ 72 ദാഅൻ, 72 രോഗങ്ങൾക്കുള്ള രോഗശമനമാണ്. 72 രോഗങ്ങൾക്കുള്ള രോഗശമനമാണ്, വേദന സംഹാരയാണ് ആര്? ഈ ഒരു ലാ ഹൗല എന്ന ദിക്ർ. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണെന്ത്? അതിനാഹ അൽഹം, ആ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ രോഗം ഏതാണെന്നറിയോ? ഈ 72 രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ രോഗം മൂക്കൊലിപ്പ്, പനിയൊന്നുമല്ല പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞത് അൽഹമ്മു, മനപ്രയാസമാണ്, ടെൻഷനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ സാധാരണ ഏറ്റവും പ്രയാസമുള്ള ബുദ്ധിമുട്ടാണ് ടെൻഷൻ എന്നുള്ളതിൽ നമുക്ക് ഇടങ്ങേറാം. കാരണം ഒരാൾക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയില്ല, നിസ്കാരങ്ങളിൽ, നോമ്പുകളിൽ, അവരുടെ സൽക്കർമ്മങ്ങളിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവനൊന്ന് മനസാന്നിധ്യത്തോടുകൂടി ചെയ്യാൻ കഴിയില്ല ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ, ഇല്ലേ? ജീവൻ അപകടത്തിൽപ്പെടുത്താനൊക്കെ ശ്രമിക്കും, ആത്മഹത്യ ചെയ്യാൻ തോന്നും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏറ്റവും വലിയൊരു പ്രയാസമായി കാണുന്ന സാധനമാണ് ടെൻഷൻ. നബി തങ്ങൾ പറയാം, ഈ 72 രോഗങ്ങളിൽ നിന്നുള്ള ഷിഫ ആണ് എന്ന് പറഞ്ഞിട്ട് ഈ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ രോഗം, ഏറ്റവും താഴ്ന്ന രോഗം ടെൻഷനാണ്. ടെൻഷൻ്റെ മുകളിലേക്കുള്ള രോഗങ്ങൾ, അതായത് വലിയ 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 രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനുള്ള ഏറ്റവും പെർഫെക്റ്റ് പരിഹാരമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. മഹാനായ ഇമാം തഴവസ്ത പാടിയതാണ്. നീ ലാ ഹൗല ചൊല്ലിക്കോ, നിന്റെ ജീവിതം സ്റ്റൈലായി മാറും, അതായത് നീ ഉദ്ദേശിച്ച പോലെ റാഹത്തായി കിട്ടുമെന്ന് മഹാനവറുകൾ പാടുകയാണ്. നിമിത്തങ്ങളുടെ ഈ ഹദീസിൽ നിന്നും അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, അല്ലേ? അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ തീർത്തു തരുമാറട്ടെ. ഇനി ഈ ദിക്റിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞുതരാം. മഹാന അന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത്താ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. കേൾക്കണേ, നബി തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് വഖാല ലഹു, ജിബ്രീൽ അലൈഹി സ്വലാം നബി തങ്ങളോട് പറയാണ്, ഇന്നല്ലാഹ യഖൂലു ലക ഖുൽ ലി ഉമ്മത്തിക അയ്യഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നബിയെ, തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് നമ്മളോട് പറഞ്ഞു തരാൻ. എന്ത്? അയ്യഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നത് നിങ്ങൾ ചൊല്ലിക്കോ എന്ന് ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണേ നബിയെ എന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു കൊടുക്കുക? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബി തങ്ങളോട് പറയുകയാണ്. എപ്പം? അശ്റൻ ഇൻദൽ മസാഇ, 10 തവണ ചൊല്ലണം. എപ്പോ? വൈകുന്നേര സമയത്ത്. വ അശ്റൻ ഇൻദ സ്വബാഹി, 10 തവണ ചൊല്ലണം സ്വബാഹി, രാവിലെ പ്രഭാത സമയത്ത്. വ അശ്റൻ ഇൻദൻ നൗമി, ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 10 തവണ ചൊല്ലണം. എന്നാൽ ലയദ്ഫഉല്ലാഹു അൻഹും ഇൻദൻ നൗമി ബൽവദ്ദുനിയ വഇൻദൽ മസാഇ മകീദത്തു ശൈത്താൻ വഇൻദസ് സ്വബാഹി ഗളബഹു തആല സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞു ചൊല്ലിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ വരുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു, അവൻ സർവ്വ ബലാഹുകളിൽ നിന്നും, ദുനിയാവിൻ്റെ ബലാഹുകളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകും. വൈകുന്നേരം ചൊല്ലുന്ന ആളുകൾക്ക് സകല ശൈത്താന്മാരുടെ ഇടങ്ങേറുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും. ഇന്ദ സ്വബാഹി, പ്രഭാത സമയത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും രക്ഷ കിട്ടും, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ്. അള്ളാഹു സ്നേഹിക്കുന്നവരിൽ അള്ളാഹു അവനെ ചേർക്കുന്നതാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തത് നബി നമ്മളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹ്, ചെയ്യാൻ നീ ഞങ്ങൾ തൗഫീഖ് നൽകണേ അള്ളാഹ്. മഹാനായ പ്രവാചകർ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, എൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ അടിമ ഈ ഒരു ദിക്ർ ചൊല്ലിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു പറയും, മലായിക്കത്തി, എൻ്റെ മലക്കുകളെ, അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് പറയും, എന്ത്? ഇസ്തസ്ലിം അബ്ദി, എൻ്റെ അബ്ദിന് വേണ്ടി, അടിമയ്ക്ക് വേണ്ടി നിങ്ങൾ രക്ഷ തേടണേ എന്ന് എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചിട്ട് ഓർഡർ കൊടുക്കും. അത് മാത്രമല്ല, അഖ്ദു ഹാജത്തോ, അവൻ എന്താവശ്യമുണ്ടോ ആ ആവശ്യം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ, അവൾക്ക് എന്താവശ്യമുണ്ടോ ആ ആവശ്യം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ എന്ന് മലക്കുകളോട് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകട്ടെ. അപ്പം ലാ ഹൗല എന്നുള്ള സാധനം നിസ്സാരക്കാരനല്ല, ലാ ഹൗല നിസാരക്കാരനല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ രൂപത്തിൽ ഈ എണ്ണമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അള്ളാഹു പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ. പ്രശ്നപരിഹാരങ്ങൾ തേടുന്നവർ ഇൻഷാ അല്ലാഹ് കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെക്കാം. എന്തിനാണ് അത് പറയുന്നത് ഉസ്താദ് എന്ന് ചോദിക്കേണ്ട, കാരണം നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താനും ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യും. പല ആളുകളും വിളിച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ നമുക്കൊക്കെ സന്തോഷമാണല്ലോ. കാരണം നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അതിൻ്റെ ഒരു ഫضل, ഒരു മിസ്ൽ സവാബ് എനിക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പറയുന്നതൊക്കെ. അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ദുആ വസിയത്തുകൾ, അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ പറ്റുന്നതൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യവും റാഹത്താക്കി തരട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.